സുഹൃത്തുക്കളെ നമസ്കാരം. ഞങ്ങൾ മധ്യ തിരുവിതാംകൂറുകാർക്ക് ഇച്ചിരി ആവേശമൊക്കെ കൂടുതലാണ്. ഉള്ള കാര്യങ്ങളൊക്കെ ഇച്ചിരി കൂടുതലായിട്ടൊക്കെ വിളിച്ചു പറയുന്നവരാണ്. ഞാനൊരു തിരുവല്ല സ്വദേശിയാണ്. നമ്മുടെ സജി ചെറിയാൻ ചെങ്ങന്നൂറുകാരനാണ്. അദ്ദേഹം ചെങ്ങന്നൂരിൽ നിന്ന് ജയിച്ച് MLA ആയി ഇപ്പം മന്ത്രിയാണ്. പുള്ളിക്കാരന് ഉള്ള കാര്യം പച്ചയായിട്ട് വിളിച്ചു പറയുന്നൊരു കാര്യമാണ്. അതുകൊണ്ടാണ് പുള്ളി ഒരു പ്രാവശ്യം പറഞ്ഞത്, മല്ലപ്പള്ളിയിലെ ഒരു പാർട്ടി മീറ്റിങ്ങിൽ, ഒരു ലോക്കൽ മീറ്റിങ്ങിൽ കണ്ട് പുള്ളി പറഞ്ഞു, ഈ ഭരണഘടന എന്തുവാ കുന്തവും കുടച്ചക്രവും ഒക്കെയാണ് എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ആ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ട് പുള്ളിക്ക് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു. ദൈവകുറിയെ പുള്ളിക്ക് ആ മന്ത്രിസ്ഥാനം തിരിച്ചു കിട്ടി. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇന്ന് പുള്ളിക്കാരനൊരു സത്യാവസ്ഥ വീണ്ടും പറഞ്ഞിരിക്കുക. അത് പാർട്ടിക്കാരെ കൊടുക്കുന്ന രീതിയിലാണെന്നോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. ഒരു പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത്, 2019 എനിക്കൊരു അസുഖം ഉണ്ടായിട്ട് ഞാൻ ഗവൺമെൻറ് ആശുപത്രി ചികിത്സ തേടിപ്പോയി. മെഡിക്കൽ കോളേജാണെന്നോ സാധാരണ ആശുപത്രിയാണെന്നോ എനിക്ക് അറിയത്തില്ല. അദ്ദേഹം ഇന്നത്തെ വാർത്തയിൽ പറഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ കിടന്നിട്ട് മരിക്കുമെന്ന് ഉറപ്പായപ്പം അവിടുന്ന് പൊക്കോളാൻ അവർ പറഞ്ഞു, അമൃതയിൽ പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ അമൃതയിൽ പോയി. അപ്പോൾ പുള്ളിക്കാർ ബോധമൊന്നുമില്ല, 10 ദിവസം ബോധമില്ലാതെ കിടന്നു. ഏതായാലും അമൃതയിൽ നിന്ന് പുള്ളിക്കാരന് ജീവൻ രക്ഷ കിട്ടി. അപ്പോൾ ആ സ്വകാര്യ ആശുപത്രി എന്താ മോശമാണോ? മറ്റേ ആശുപത്രി മോശമാണെന്ന് പുള്ളി പറഞ്ഞില്ല, പക്ഷേ സ്വകാര്യ ആശുപത്രി മോശമാണോ? അല്ല എന്ന് തന്നെ നമ്മൾ പറയുന്നത്. സ്വകാര്യ ആശുപത്രി മോശമല്ല. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഇവർ ഈ 2 ദിവസമായിട്ട് തള്ളിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട വിജയൻ സാറ് ഇവിടെ അമേരിക്കയ്ക്ക് പോയി, ഉഷാകളുടെ നാട്ടിലോട്ട്. അപ്പോഴാണ് ഇവിടുത്തെ അവരൊക്കെ പറഞ്ഞ് ഇവിടെ ഇടിഞ്ഞു വീണിട്ട് ഇവിടെ എന്താ മോശം ചികിത്സയാണോ എന്നൊക്കെ പുള്ളി ചോദിച്ചിട്ട് അങ്ങോട്ട് പോയത്. ഈ മന്ത്രി തന്നെ ഇത് പറയുന്നത്. ഇപ്പോൾ ഈ സജി ചെറിയാൻ മന്ത്രി വീണ ജോർജിനെയും സർക്കാരിനെയും ഒരു കുരുക്കിലാക്കാനുള്ള ഒരു പ്രസ്താവനയാണോ ഈ നടത്തിയത് എന്നെനിക്ക് സംശയമുണ്ട്. നാളെ പാർട്ടിക്കാരൊക്കെ ഇതിനെപ്പറ്റി അഭിപ്രായമൊക്കെ പറയട്ടെ എന്നുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു. നമസ്കാരം, നന്ദി.